വന്നപ്പോ ഇവര് മ്യൂസിക് ഇട്ടുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കയ്യടി അങ്ങനെ ശരിക്ക് കിട്ടിയില്ല. എനിക്ക് നല്ല കയ്യടി വേണം. ഓക്കെ, ഞാൻ ഈ കയ്യടി ചോദിക്കാൻ കാര്യം ഇവിടെ ഡാൻസ് കളിച്ചപ്പോൾ അതിൽ ഓർക്കസ്ട്ര മ്യൂസിക് ഉണ്ടായിരുന്നു. ഗാനമേളയ്ക്ക് ഓർക്കസ്ട്രയുടെ സപ്പോർട്ട് ഉണ്ട്. എനിക്കൊരു ഓർക്കസ്ട്ര ഇല്ല. എൻ്റെ ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾ തരുന്ന കയ്യടിയും ചിരിയാണ്. അപ്പൊ ഈ കയ്യടിയും ചിരിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഒന്ന് കയ്യടിച്ച് നോക്കട്ടെ. ഓക്കെ, സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ പെൺമയിലിനെ സൗന്ദര്യമാക്കാം, ആൺമയിലാണ് പൂവൻകോഴി, പെടക്കോഴിയിലെ സൗന്ദര്യമാക്കാം. പൂവൻകോഴിക്ക് സമ്മതിച്ചല്ലോ, സമ്മതിച്ചു. പക്ഷേ സ്ത്രീകളെ സൗന്ദര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. സ്ത്രീകളുണ്ടല്ലോ, കാലത്ത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മസ്കാരൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പുരുവൊക്കെ എഴുതി പൊട്ടൊക്കെ ഇട്ട് ലിപ്റ്റിക്കൊക്കെ ഇട്ട് ആ മുടി ഇവിടെ ചുറ്റൊക്കെ ഫിറ്റൊക്കെ ചെയ്ത് ആ പതക്കൊക്കെ വെച്ച് ആ സെറ്റ് സാരി സെറ്റും കൊണ്ട് പണയും ചെരുപ്പൊക്കെ ഇട്ട് വന്ന എന്റെ പണോ ചേട്ടാ എന്ത് ഭംഗിയാന്ന് അറിയാവോ? നേരം എടുത്തിട്ട് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മുടിയൊക്കെ തിരിച്ചു വെച്ച് കുറെ കമ്മലിട്ട് കളറൊക്കെ വാരി തേച്ച് മുടിയിൽ പുല്ലപ്പൂവൊക്കെ ചൂടി നെക്ലസ് ഇട്ട് സാരി ഉടുത്ത് ചെരുപ്പിട്ട് കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വന്നാലേ നിങ്ങൾക്കൊക്കെ ഭംഗിയുള്ളൂ. അതൊക്കെ ഞങ്ങളുടെ ചേട്ടന്മാര് എങ്ങാട്ട് കിടക്കുന്ന ഒരു മുണ്ടം എടുത്തു കൊടുത്ത് ഏതാണ്ടൊരു ഷർട്ട് ഇട്ട് ഉള്ളത്തിലൊക്കെ വരണ വരവ് കണ്ട എന്താ സൗന്ദര്യം അല്ലേ? കേട്ടാ അല്ല ചേട്ടാ, നമ്മുടെ ഭാരതത്തിൽ ഒഴുകുന്ന നദികളുടെ പേര് സ്ത്രീകളുടെ പേരിലാണ്. ഏത് നദി? ഗംഗ, യമുന, കാവേരി, സിന്ധു, ഇതൊക്കെ സ്ത്രീകളുടെ പേരിലാണ്. നിങ്ങൾ കൈയടിച്ചോ? പക്ഷേ ഈ നദിയൊക്കെ ഒഴുകി എങ്ങോട്ടാ പോണത്? കടലില്. ഏത് കടല്? അറബിക്കടല്. അറബിക്കടല് അല്ലാണ്ട് അറബിച്ചിക്കടലല്ല. മലയാള ഭാഷയുടെ പിതാവാരാ? എഴുത്തച്ഛൻ. എഴുത്ത് അച്ഛൻ. അച്ഛൻ അല്ലാണ്ട് എഴുത്തമ്മയല്ല. ആംബുലൻസ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ആംബുലൻസ് ഉണ്ടോ? ഇല്ല. ആനപ്പാപ്പാൻ. പേരിന് ഒരു ആനപ്പാപ്പിനെ കാണിച്ചു തരാമോ? അതുമില്ല. ഉണ്ടാവൂല. വേണ്ട. സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ കൈയടിക്കും. സ്ത്രീകളുണ്ടല്ലോ, ചന്ദ്രനിൽ പോലും കാലുകുത്തിട്ടുണ്ട്. കൈയടിച്ചോ? കൈയടിക്കും. നിങ്ങൾ ചന്ദ്രനിൽ കാലുകുത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ വട്ടത്തിലിരുന്ന ചന്ദ്രൻ തേങ്ങാക്കൊത്ത പോലെ. അങ്ങനെ കളിയാക്കല്ല മനോജേട്ടാ. നമ്മുടെ അമേരിക്കയിലെ സ്ത്രീകള് റോബോട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചൈനയിലെ സ്ത്രീകൾ കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അച്ചപ്പം, കുഴലപ്പം, ഉണ്ടപ്പം, പരിപ്പ് വട. ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മുഖത്തിന് ശരീരത്തിനും ഒന്നുമല്ല വേണ്ടത്, മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സിലായോ? അപ്പൊ മനസ്സിന്റെ സൗന്ദര്യമുള്ള പാവറട്ടിയെ എന്റെ സുന്ദരന്മാര് ഒരിക്കൽ കൂടി ഒരു കൈയടിയെന്ന്. ചേച്ചിയുണ്ടല്ലോ, നേരത്തെ അവരുടെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഭയങ്കര വിഷമമുണ്ടാ ചേച്ചിക്ക്? അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതിന് ചേച്ചിക്ക് സങ്കടമായോ? അയ്യോ, ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു തമാശക്ക് പറഞ്ഞാണ്. തമാശ എന്നാൽ സ്ത്രീകൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ലോകത്തെ കവികള് ഏറ്റവും കൂടുതൽ കവിത എഴുതിയിരിക്കുന്ന ആരെ കുറിച്ചാണെന്ന് അറിയാമോ? അത് പെൺകുട്ടികളെ കുറിച്ച്. ഓക്കെ അല്ലേ? അങ്ങനെ പറയരുത്. കവികൾ ഏറ്റവും കൂടുതൽ കവിതകൾ എഴുതിയിട്ടുള്ളത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലല്ല, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനോജേട്ടാ കവിത. ആണുങ്ങൾക്ക് വേണ്ടി ഒരു കവിത പോലും ഇല്ല. ഒരെണ്ണം പാടിക്കണം. പാടട്ടെ? പാട്. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, രണ്ടു തുള്ളിയുള്ളിൽ ചെന്നാൽ സ്വർഗലോകമാണടോ. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം, രണ്ടു തുള്ളിയുള്ളിൽ ചെന്നാൽ സ്വർഗലോകമാണടോ. വികാരിച്ച നോക്കണം. എന്ത്? ഇതേ ആണുങ്ങളെ കുറിച്ചല്ല, പിന്നെ ഇത് മദ്യത്തിനെ കുറിച്ചാ പഠനം. അല്ലേ അച്ഛോ? ആണുങ്ങളെ കുറിച്ച് വേണ്ട. സ്ത്രീകളെ കുറിച്ച് കവികൾ എഴുതിയിട്ടുണ്ടല്ലോ കവിതകള്. ഒരെണ്ണം പാടില്ല. ഒരെണ്ണം പാടും. ഒരുപാട് പിടിച്ചോ? ചന്ദനമെന്തിന് സിന്ദൂരമെന്തിന് ചന്ദന പൊട്ടു നിനക്കെന്തിനാ, ചന്ദന പൊട്ടിന്റെ വട്ടം കുറഞ്ഞാൽ ചന്തത്തിനൊട്ടും കുറവില്ലേ, നിന്റെ ചന്തത്തിനൊട്ടും കുറവില്ലേ. ചന്തത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ നോക്കി? ഒരു കുറവില്ല. പക്ഷെ ഈ ഒരു കവിതയോട് കൂടി കവി എഴുത്ത് നിർത്തി. ബാലേട്ടൻ മോളല്ലേ നിന്നെ ഞാൻ തന്നതല്ലേ, തന്നതിന്നമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്ങാടി, തന്നതിന്നമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചങ്ങാടി. നെല്ലിന്റെ നിറം വെള്ളം ചുരിതാർത്തിരിക്കുന്നുണ്ടോ? അതെ. ഈ രണ്ട് കവിതയോടുകൂടി കവി എഴുത്ത് നിർത്തി. താരക പെണ്ണാളെ പായ
നേരം വെളുക്കും വരെ അവരെ കുറിച്ച് പാടേണ്ടി വരും. എന്റെ പൊന്നു ഞാൻ തോറ്റു. പറ്റല്ലോ. കലാഭവന്റെ മിമിക്രി വേദിയുടെ ഏറെ ശ്രദ്ധേയനായ കലാകാരനാണ് സതീഷ് ഒളേരി. നമുക്ക് സതീഷ് നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഞാൻ മിമിക്രിയിൽ വന്നിട്ട് ഏകദേശം ഒരു 10-30 വർഷമായെങ്കിലും കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചെങ്കിലും എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കാടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്നുള്ളതാണ്. അത് സാധിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം.